മനോഭാവത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ചർച്ചയെ കണ്ടതും ഇങ്ങനെ ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ടും നമുക്ക് സാധിച്ചിരിക്കുന്ന അവരെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്ക് ഇത്തരം ഒരു വളരെ സങ്കീർണമായ ഒരു വിഷയം നമുക്കറിയാം, ഏതാണ്ട് 4-5 പതിറ്റാണ്ട് കാലം കോടതി വ്യവഹാരത്തിലൂടെ നടന്ന ഒരു വിഷയം, വളരെ സങ്കീർണമായ ഒരു വിഷയം, അത് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു. അതെല്ലാവരും അതിനോട് സഹകരിച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നിലയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോൾ സഹകരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ കുടുംബങ്ങളുടെ കാര്യത്തിൽ പട്ടികജാതി കുടുംബങ്ങളാണ്, അവര് അവിടെ ഈ എല്ലാ സൗകര്യങ്ങളും അവരുടെ ഉപജീവന മാർഗവും ഒക്കെ ഇതുമായി ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് 5 സെന്റിലേക്ക് മാറുമ്പോൾ അവർക്ക് മാറേണ്ടതായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായും ആ കുടുംബങ്ങൾക്ക് ഒരു സർക്കാർ എന്ന നിലയിൽ സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും തുടർന്നും കൊടുക്കുവാനായിട്ടും സർക്കാർ കൂടെ ഉണ്ടാവും. അതോടൊപ്പം ഈ ഭൂമിയെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി വീടുകൾക്ക് മാറി താമസിക്കാനും മറ്റ് എതിർകക്ഷികൾക്ക് അവർക്കും അവരുടെ ബാക്കിയുള്ള സ്ഥലം ഉപയോഗിക്കാൻ തരത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം, സമാധാനമായ ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കുന്നതിന് വേണ്ടി ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുകയാണ് എന്നതാണ് റോജി എം ജോൺ അറിയിച്ചത്. മലയിടം തുരുത്തിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, അതിൽ ഇരുകൂട്ടരും സമ്മതം മൂളിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് മന്ത്രി. സ്ഥലം നൽകും, അവിടെ വീട് നിർമ്മിച്ച് സർക്കാർ നൽകും, അതുവരെ ഇപ്പോൾ താമസിക്കുന്ന ഇടത്ത് തന്നെ ഈ ദളിത് കുടുംബങ്ങൾക്ക് കഴിയാം, അവരെ കുടിയൊഴിപ്പിക്കില്ല എന്ന് ഉറപ്പൊപ്പം തന്നെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പോലീസ് കേസുകൾ പിൻവലിക്കും എന്നും പറയുന്നു. അങ്ങനെ ആശ്വാസകരമായൊരു വാർത്ത ഈ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ റോജി എം ജോൺ ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.